അങ്ങനെ ഇപ്പോൾ സീക്രട്ട് ഇൻവേഷൻ തോർ കോമിക്കിൻ്റെ പാർട്ട് 2 പോകുന്നതിന് മുമ്പ് പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1ൻ്റെ ലിങ്ക് നിങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഇപ്പോൾ ആസ്ഗാർഡിൽ സ്ക്രൾസിൻ്റെ വലിയൊരു ആർമി തന്നെ വരികയാണ്. അപ്പോൾ തന്നെ ആസ്ഗാർഡിയൻസ് സ്ക്രൾസുമായി ഭയങ്കര ഫൈറ്റ് അവിടെ ചെയ്യുന്നു. തോറിൻ്റെ ഹാഫ് ബ്രദറായ ബൾഡറും പിന്നെ ബെസ്റ്റ് ഫ്രണ്ടുമായ ബീറ്റാ റേ ബില്ലുമാണ് സ്ക്രൾസുമായി ഫൈറ്റ് ചെയ്യുവാൻ മുന്നിൽ നിന്ന് ആസ്ഗാർഡിയൻസിനെ നയിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആസ്ഗാർഡിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുമ്പോൾ അങ്ങ് ക്യാമ്പിൽ പ്രസവവേദനയും എടുത്ത് കരയുന്ന മാരി എന്ന പെണ്ണിനെയും പുള്ളിക്കാരിയെ പരിചരിക്കുന്ന നമ്മുടെ തോറിൻ്റെ ഹ്യൂമൻ ഹോസ്റ്റായ ഡോക്ടർ ബ്ലേക്കിനെയുമാണ് ഇനി കാണിക്കുന്നത്. ഈ മാരി എന്ന പെണ്ണൊന്ന് പ്രസവിച്ചിട്ട് വേണം നമ്മുടെ ബ്ലേക്കിന് ആസ്ഗാർഡിലേക്ക് പോകുവാൻ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഡോക്ടർ ബ്ലേക്ക്. പക്ഷേ ഇതേ സമയം ആ ക്യാമ്പിലുള്ള കുറച്ച് പേർ ആസ്ഗാർഡിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആസ്ഗാർഡിൽ സ്ക്രൾസുമായുള്ള ഫൈറ്റ് കാരണം അവിടെ ചിലയിടങ്ങളിൽ ഭയങ്കരമായി തീപിടുത്തമൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ തീ അണച്ച് ആസ്ഗാർഡിയൻസിനെ സഹായിക്കുവാനാണ് ആ കുറച്ച് പാവങ്ങൾ അങ്ങോട്ട് പോകുവാനായി തുടങ്ങുന്നത്. ഡോക്ടർ ബ്ലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് അവരെ തടയുന്നുണ്ടെങ്കിലും അവരാരും അത് കേൾക്കുന്നില്ല. അവരെല്ലാവരും തീ അണയ്ക്കുവാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും പോയതിനേക്കാൾ വേഗത്തിൽ തന്നെ പേടിച്ച് പറിച്ച് അവരെല്ലാവരും തിരിച്ച് ക്യാമ്പിലേക്ക് വരുന്നുമുണ്ട്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നിലത്തു നിന്നും കുറച്ച് പൊങ്ങി നിൽക്കുന്ന ആസ്ഗാർഡിലേക്ക് ഒരു ഏണി വെച്ച് കയറി ആസ്ഗാർഡിൽ തീയണയ്ക്കാൻ വേണ്ടി അവർ നോക്കിയതും അപ്പോൾ തന്നെ ആസ്ഗാർഡിൽ നടക്കുന്ന ഫൈറ്റ് കാരണം അവിടെയുള്ള കെട്ടിടങ്ങളും മറ്റും തകർന്ന് താഴോട്ട് വീഴുന്നത് കൊണ്ടും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തീ അവിടെ ഉള്ളത് കൊണ്ടും അതൊക്കെ കണ്ട് പേടിച്ചു പോയത് കൊണ്ടുമാണ് അവരെല്ലാവരും തിരിച്ച് ക്യാമ്പിലേക്ക് വന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബീറ്റാ റേ ബില്ലും ആസ്ഗാർഡിയൻസും ആ സ്ക്രൾസിനെ എല്ലാം ഭയങ്കരമായി അടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് മറ്റൊരാൾ വരുന്നു. അതാണ് സൂപ്പർ സ്ക്രൾ. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഭയങ്കര പവർഫുള്ളായ ഒരു സ്ക്രള്ളാണ് സൂപ്പർ സ്ക്രൾ. മാത്രമല്ല ഇപ്പോൾ സൂപ്പർ സ്ക്രള്ളിൻ്റെ 2 കയ്യിലുള്ള വെപ്പൺസ് കണ്ട് നമ്മുടെ ബീറ്റാ റേ ബില്ല് ഞെട്ടിപ്പോവുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബീറ്റാ റേ ബില്ലിൻ്റെ ഹാമറായ സ്ട്രോം ബ്രേക്കറാണ് സൂപ്പർ സ്ക്രള്ളിൻ്റെ കയ്യിലുള്ളത്. സ്ക്രൾസ് അവരുടെ സൂപ്പർ സയൻസ് ഉപയോഗിച്ച് സ്ട്രോം ബ്രേക്കർ 2ആയി വേർതിരിച്ച് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ബീറ്റാ റേ ബില്ലും സൂപ്പർ സ്ക്രള്ളും അവിടെ വലിയൊരു ഫൈറ്റ് തന്നെ നടത്തുകയാണ്. എന്നാൽ ആ ഫൈറ്റിൽ ബീറ്റാ റേ ബില്ലിന് വേഗത്തിൽ വിജയിക്കുവാൻ സാധിക്കുന്നില്ല. സൂപ്പർ സ്ക്രള്ള് വളരെ ഈസിയായി ബീറ്റാ റേ ബില്ലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ആസ്ഗാർഡിയൻസ് പലരും സൂപ്പർ സ്ക്രള്ളിനെ കൊല്ലുവാനായി നോക്കുന്നുണ്ടെങ്കിലും സൂപ്പർ സ്ക്രള്ളിൻ്റെ കയ്യിൽ നിന്നും തല്ലുകിട്ടി അവരെല്ലാവരും വീഴുകയാണ്. ഇതേ സമയം ആ ക്യാമ്പിൽ മാരി എന്ന പെണ്ണ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ഡോക്ടർ ബ്ലേക്കിനും അവിടെയുള്ളവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. മാത്രമല്ല ഉടനെ തന്നെ ഡോക്ടർ ബ്ലേക്ക് ആസ്ഗാർഡിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. ഇതേസമയം കുറേ നേരത്തെ ഫൈറ്റിന് ശേഷം ബീറ്റാ റേ ബില്ലിനെ അടിച്ചൊതുക്കി വയ്യാതെയാക്കി ആ സൂപ്പർ സ്ക്രൾ വീഴ്ത്തുകയാണ്. മാത്രമല്ല ബീറ്റാ റേ ബില്ലിനെ ആസ്ഗാർഡിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുകയാണ് സൂപ്പർ സ്ക്രൾ. എന്നിട്ട് വീണ് കിടക്കുന്ന ബീറ്റാ റേ ബില്ലിനെ കൊല്ലാനായി സൂപ്പർ സ്ക്രൾ ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ തന്നെ വയ്യാതെ വീണ് കിടക്കുന്ന ബീറ്റാ റേ ബില്ല് ചുറ്റികയെടുത്ത് ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടി പോയതും അപ്പോൾ തന്നെ ബീറ്റാ റേ ബില്ലിനെ നമ്മുടെ ഡോക്ടർ ബ്ലേക്ക് വന്ന് തടയുകയാണ്. ഈ സൂപ്പർ സ്ക്രള്ളിൻ്റെ കാര്യം താൻ നോക്കിക്കോളാമെന്നും നീ ഇവിടെ വിശ്രമിച്ചോളാനും ഡോക്ടർ ബ്ലേക്ക് ബീറ്റാ റേ ബില്ലിനോട് പറയുകയാണ്.